സന്ദർശക വിസ കാലാവധി കഴിയുമ്പോൾ പുതുക്കാത്തതിന്റെ പേരിൽ പിഴയടച്ച് നാടുവിടുന്നവർ വീണ്ടും പുതിയ വിസയിൽ നാട്ടിൽ നിന്നും സൗദിയിലെത്തുമ്പോൾ തടയപ്പെടുന്ന സംഭവങ്ങളാണ് വർദ്ധിക്കുന്നത്. കഴിഞ്ഞയാഴ്ച പുതിയ താമസ വിസയിൽ കൈക്കുഞ്ഞുമായെത്തിയ മലപ്പുറം സ്വദേശിയുടെ കുടുംബത്തിനാണ് ഇത്തരത്തിൽ തിരിച്ചു പോകേണ്ടി വന്നത്. മാസങ്ങൾക്ക് മുമ്പ് വിസിറ്റ് വിസയിൽ ഇവിടെയെത്തി കാലാവധി കഴിഞ്ഞ് പിഴയടച്ച് വിരലടയാളം രേഖപ്പെടുത്തി നാട്ടിലേക്ക് മടങ്ങിയതായിരുന്നു ഇവർ. ദമാം എയർപോർട്ടിൽ സന്ദർശക, താമസ, തൊഴിൽ വിസകളിലായി എത്തുന്ന നിരവധി മലയാളികൾക്കാണ് ഇതേ കാരണത്താൽ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നത്. പലരും കഴിഞ്ഞ പ്രാവശ്യം 90 ദിവസം കിട്ടി, ആ ഓർമ്മയിൽ ഈ പ്രാവശ്യം അത് കണക്കാക്കി എയർപോർട്ടിൽ ചെല്ലുമ്പോഴാണ് ഇതറിയുന്നത്. പക്ഷേ വളരെ സുത്യർഹമായ ഒരു സേവനമാണ് ഇവിടുത്തെ മീഡിയകൾ ചെയ്യുന്നത്. കാര്യം കൃത്യമായി ഇങ്ങനെ വരുന്നുണ്ട് ഇത്രയും ചെയ്തിട്ടും കൂടി വീണ്ടും നമ്മുടെ ആൾക്കാർ ഈ ചതി പെടുന്നു, ഈ അബദ്ധങ്ങളിൽ പെടുന്നു എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ 100% അവരുടെ അശ്രദ്ധക്കുറവാണ്. സാധാരണ സൗദിയിൽ കുടുംബങ്ങൾക്ക് 90 ദിവസത്തേക്കാണ് വിസിറ്റ് വിസ നൽകാറുള്ളത്. എന്നാൽ തിരക്കേറിയ സമയങ്ങളിൽ ഇത് 60ഉം 30ഉം ദിവസങ്ങളായി പരിമിതപ്പെടുത്തിയാണ് പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്യാറുള്ളത്. പലരും ഇത് ശ്രദ്ധിക്കാറില്ല. 90 ദിവസമെന്ന് തെറ്റിദ്ധരിച്ച് പുതുക്കാൻ ശ്രമിക്കുമ്പോഴാണ് അബദ്ധപ്പെടുന്നത് മനസ്സിലാവുന്നത്. പണ്ടും ഇപ്പോഴും ജെന്യൂനായിട്ടുള്ള കേസുകളുണ്ട്. യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നവർക്ക് കൃത്യമായ മതിയായ ഒഫീഷ്യൽ രേഖകളടക്കം പോയാൽ അവർ കൃത്യമായിട്ട് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്തരക്കാർക്ക് സൗദിയിൽ പ്രവേശന വിലക്ക് ഉണ്ടോ എന്നറിയാൻ സൗദി എമിഗ്രേഷനിൽ മാത്രമേ സംവിധാനമുള്ളൂ. ഇതറിയാതെ അധിക പേരും ജവാസാത്ത് സിസ്റ്റത്തിൽ അന്വേഷിച്ച് വിലക്കില്ലെന്ന് കരുതി വീണ്ടും എത്തുന്നതാണ് പ്രശ്നം. നൌഷാദ് ഇരിക്കൂർ, മീഡിയ 1, ദമാം.